ദിലീപ് വേണ്ട. നിന്റെ ഫുട്ബോൾ കളിക്കാരനെ വിളിക്കുന്നത്. രാഹുൽ പ്രാണസുഖിയെ കാണാത്ത ടെൻഷനിൽ വിളിക്കുന്നതായിരിക്കും. അവൻ വിളിക്കട്ടെ, വിളിച്ചുകൊണ്ടേയിരിക്കട്ടെ. ദിലീപ്, നീ ആപത്തിലേക്ക് സ്വയം ചാടുക. വാതിൽ തുറക്ക്. എന്നെ വിടുന്നതാ നിനക്ക് നല്ലത്. ആപത്ത് എനിക്കല്ല, നിനക്കാ. നിന്നെ ഈ കോലത്തിൽ അവൻ ഇനി കാണില്ല. ഇതിനകത്ത് അഞ്ജലി അവളുടെ ബോയ് ഫ്രണ്ടും ഉണ്ട്. ഈ ഒളിച്ചെളിക്ക് ഇന്നൊരവസാനം ഉണ്ടാവണം. നിഷ്കളങ്കയായി അഭിനയിക്കുകയാണ് നീ. എന്റെ മുന്നിൽ മാന്യ. നിന്റെ തനി സ്വഭാവം ഇന്നെനിക്ക് മനസ്സിലായിടി. അവനുമായി നീ ഇവിടെ വന്നത് എന്തിനാണെന്ന് ഊഹിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്ക് ഉണ്ടടി. താൻ ചിന്തിക്കുന്ന ബന്ധമല്ല ഞാൻ രാഹുൽ തമ്മില്. ഞാൻ മണ്ടനൊന്നല്ലല്ലോ മോളെ. നീ അവന് വേണ്ടിയാണ് ഇന്നിവിടെ വന്നത്. പക്ഷെ അവൻ ഇന്ന് ഭാഗ്യമില്ല. ഇന്ന് നീ എന്റെ പെണ്ണ. ഇത്രയും നാൾ നീ എന്നെ തോപ്പിക്കുകയായിരുന്നു. നിന്നെ കൈ കിട്ടിയ ഈ അവസരം നഷ്ടപ്പെടുത്തിയ ഞാനായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി. ഇത്രയും കാലം നീ എന്നോട് ചെയ്തതിന് ഇന്ന് നീ അനുഭവിക്കും. എന്നെ തൊട്ട ആ കൈ ഞാൻ വെട്ടു. തൊടുക മാത്രമല്ല ചെയ്യ മോളെ. ഇയാളിത് എവിടെയായിരുന്നു? മുറിക്കാത്തവരുണ്ട്. വിളിച്ചിട്ടെന്താ ഫോൺ എടുക്കാത്തെ? എന്താടോ, എന്തൊറ്റി? ദിലീപ് 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 എവിടെയുണ്ട്? അവനെ അന്ന് കൊല്ലാതെ വിട്ടത് അബദ്ധമായി പോയി. അവനെ ഞാൻ രാഹുൽ വേണ്ട. ഇയാളെ തൊട്ട് അവനെ ഞാൻ വെറുതെ വിടില്ല. രാഹുൽ, ഞാൻ പറയുന്ന കേക്ക്. ഇപ്പൊ പോണ്ട. അവന് വേണ്ടത് എന്റെ കയ്യിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അവനെ നമുക്ക് ഒന്നുകൂടെ കാണാം. സമയാവട്ടെ. ഇപ്പോ ഇവരെ കൈയോടെ പിടികൂടണം. അതിനെ നമ്മൾ ഇങ്ങോട്ട് വന്നേ. അത് കഴിഞ്ഞിട്ട് മതി മറ്റെല്ലാം. കോളിംഗ് ബെൽ അടിച്ചോ? ഇല്ല. കോളിംഗ് ബെൽ അടിച്ചാൽ അവർ പുറത്തേക്ക് വരുന്നതാണ് താൻ കരുതുന്നത്. ഞാൻ കുറച്ച് സമയത്ത് ഇവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഉള്ളിൽ നിന്ന് സംസാരമൊന്നും കേൾക്കുന്നില്ല. 2 പേരും ഇതിനകത്തുണ്ട്, അതുറപ്പാ. റൂം ബോയ് എന്നോട് പറഞ്ഞതാ. അവനെ ഈ റൂം നമ്പർ പറഞ്ഞു തന്നെ. റോഷൻ സാറിനെ വിളിച്ചു വരുത്തി ഇതൊക്കെ കാണിച്ചു കൊടുത്താലോ? ഏയ്, അതൊന്നും വേണ്ട. എങ്കിൽ ഞാൻ കോളിംഗ് ബെൽ അടിക്കാം. വാതിൽ തുറക്കുമ്പോ നമുക്ക് അകത്ത് കിടക്കാം. 2 പേരുടെയും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം. അഞ്ജലി ആരാന്നുള്ള സത്യം എല്ലാവരെയും തെളിവ് സഹിതം അറിയിക്കണം. ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് അഞ്ജലിയാണെന്ന് കൂടി വെളിപ്പെടുത്തണം. പോലീസിൽ ഏൽപ്പിക്കണം അവളെ. ഞാൻ കോളിംഗ് ബെൽ അടിക്കാം. അവര് വാതിൽ തുറക്കാതിരിക്കില്ല.
നേരത്തെ ഇത് ചെയ്യണമായിരുന്നു. രാഹുൽ വെറുതെ സമയം കളഞ്ഞു. ആരായിരിക്കും ബെല്ലടിച്ച്? റൂം ബോയ് ആയിരിക്കും. ഏയ്, അവൻ കുറച്ചു മുമ്പല്ലേ വന്നു പോയത്. സർവീസിനെ നമ്മൾ വിളിച്ചിട്ടുമില്ല. ആരാണെന്ന് നോക്കാം. വാതില് തുറക്കണ്ട. ആരെങ്കിലും മുറി മാറി ബെല്ല് ചെയ്തായിരിക്കും. ഏയ്, ഞങ്ങൾക്ക് ഈ റിസോർട്ട് ഒന്ന് റെയ്ഡ് ചെയ്യണം. ഇവിടെ സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തികൾ നടക്കുന്നുണ്ടെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പ്രദീപ്, ഇതിനകത്തുള്ള ആരും പുറത്തു പോകരുത്. ശരി സാർ. ഹലോ. ഹലോ സാർ, ഞാൻ റിസപ്ഷനിസ്റ്റ് വിനീതിയ. റിസോർട്ടിൽ പോലീസ് റെയ്ഡ് നടക്കുന്നുണ്ട്. ഞാനൊരു സൂചന തന്നേ ഉള്ളൂ. എന്ത് വേണമെന്ന് സാർ തീരുമാനിക്കേ. താങ്ക്സ് വിനീത. ശരി. എന്താ പ്രേം? റിസപ്ഷനിസ്റ്റാ വിളിച്ചത്. ഇവിടെ പോലീസ് റെയ്ഡ് നടക്കുന്നെന്ന്. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഒരിക്കൽ നിന്റെ കയറ്റി താലി കെട്ടിയവനാണ് ഞാൻ. പിന്നെ പുതിയ നിയമത്തെ കുറിച്ചൊന്നും അറിയില്ല അഞ്ജലിക്ക്. പേടിക്കാനൊന്നുമില്ല. പേടിക്കാനുണ്ട്. റെയ്ഡ് നടത്തുന്നത് ഇവിടുത്തെ എസ് ഐ ആണെങ്കിൽ പേടിക്കണം. എസ് ഐ അനുപമ ചേച്ചിയുടെ പരിചയക്കാരനാ. എന്റെ റോഷന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതൊക്കെ ആ എസ് ഐക്ക് അറിയാം. എന്നെയും പ്രേമിനെ ഒന്നിച്ചിവിടെ കണ്ട ഉറപ്പായും അദ്ദേഹം അത് അനുപമ ചേച്ചി അറിയിക്കും. ഇങ്ങനൊരു ബന്ധത്തെക്കുറിച്ച് അനുപമ ചേച്ചിക്ക് അറിയില്ല. ഇതവരറിഞ്ഞ എന്റെ റോഷന്റെ വിവാഹം നടക്കില്ല. ഇനി എന്തെയും പ്രേം? കോളിംഗ് ബെൽ അടിച്ചത് പോലീസ് ആയിരിക്കും. ഹേയ്, അവരാണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നവരെ ബെല്ലടിക്കില്ലേ? പോലീസ് ഇപ്പൊ നമുക്ക് മുന്നിലെത്തും. നമ്മൾ എന്ത് ചെയ്യും പ്രേം? എന്താ അവര് വാതിൽ തുറക്കാത്ത? എന്നാ വാതിൽ ചവിട്ടി പൊളിക്കട്ടെ. മണ്ടത്തരം പറയാതെ. അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണോ? അതിനവർ നമ്മളെ കണ്ടില്ലല്ലോ. പോലീസ് അതെ, പോലീസ് റെയ്ഡിന് വന്നാണോ? അതെ. നമുക്ക് പരിചയമുള്ള എസ് ഐയാ. ശരിയാ, നമ്മളെ കണ്ട പ്രശ്നമാവും. വിവരം അനുപമയിലാമ എടുത്തെത്തും. അവര് പരിചയക്കാരാ. തൽക്കാലം ഒന്ന് മാറിയിക്കാം. താമ്പാ. അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ? അതിനുള്ള നിയമമൊന്നുമില്ല. നല്ല സമയത്ത് പോലീസ് വന്നത്. നമ്മൾ തിരികെ ചെല്ലുമ്പോഴേക്കും അവര് മുറി വിട്ട് പോയി കാണും. താൻ വെറുതെ ടെൻഷൻ അടിക്കാതെ. അവരെവിടെയും പോവില്ല. അവരാ മുറി തന്നെ കാണും. അവരെ മുറിയിൽ നിന്ന് പുറത്തടിക്കാൻ ഞാനൊരു സൂത്രം കണ്ടിട്ടുണ്ട്. എന്താ അത്? അതൊക്കെ ഉണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പോലീസ് ഇവിടുന്ന് മടങ്ങിപ്പോട്ടെ. പെട്ടെന്ന് വാ. ഇനി മുറി തുറന്നില്ലെങ്കിൽ ഇടിച്ചു കയറാം നമുക്ക്. ഈ മുറിക്കകത്തുണ്ടായിരുന്നവരവിടെ? അവര് പോയി സാർ. ശ്ശോ. ശ്ശേ. ശ്ശേ. കൈ കിട്ടേണ്ടതായിരുന്നു. എഴുന്നേക്കടാ. കീർത്തിയെ തൊടാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ?
നിന്നോട് എറണാകുളം വിട്ട് ചെന്നൈയിലേക്ക് പോയിക്കോളം പറഞ്ഞല്ലേ ഞാൻ. ഇവൾ എന്റെ ജീവിതത്തിലേക്ക് വരേണ്ട പെണ്ണായിരുന്നു. അവക്ക് നിന്നോട് താല്പര്യമില്ലെന്ന് പറഞ്ഞല്ലടാ. ചതിക്കാലടാ നീ അവളെ കൊണ്ടുപോകുന്നെ. ഇത്രയും നാൾ നീ ഇവളോട് ചെയ്തതിനൊക്കെ പലിശ സഹിതം നിനക്ക് ഞാൻ തന്നതാ. എന്നിട്ട് നിനക്ക് മതിയായില്ലല്ലേ? രാഹുൽ, എത്ര കിട്ടിയിട്ട് അവൻ പഠിച്ചിട്ടില്ല. ഇന്ന് എല്ലാ കണക്കും തീർത്തിട്ട് വിട്ടാ മതി. രണ്ടുപേരെ തെരഞ്ഞ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. അവരെ കൈ കിട്ടിയില്ല. അവർക്ക് കൊടുക്കാൻ വെച്ചും കൂടി നിനക്ക് തരാം. എന്നെ കൊല്ലല്ലേ. ഞാൻ ഇനി കീർത്തിയെ ഉപദ്രവിക്കില്ല. നിന്റെ അമ്മ ഒരു സംസ്കാരം നിന്നെ പഠിപ്പിച്ചിട്ടില്ല അല്ലേ? സ്ത്രീകളെ ബഹുമാനിക്കാൻ മക്കളെ പഠിപ്പിക്കാത്ത ആ അമ്മയാ ഒന്നാം പ്രതി. ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം ഇവിടെ തീർത്തേക്കണം. പറഞ്ഞ മനസ്സിലായല്ലോ. ഇനി കുറുകെ ചാടി ജോലി ഉണ്ടാക്കരുതെന്ന്. ഇനി ഇവളുടെ മുമ്പിൽ വന്നാ നീ ജീവനോടെ കാണില്ല. കീർത്തി തനിച്ചല്ലെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. നിനക്ക് ജീവൻ വേണമെങ്കിൽ ചെന്നൈക്ക് മടങ്ങിപ്പോക്കോ. ഞാൻ ഇന്നെ പോ. അതാ നിനക്ക് നല്ലത്. രാഹുൽ, മതി, നമുക്ക് പോവാം. ഈ വൃത്തിയേട്ടവന്റെ ചോര രാഹുലിന്റെ ഡ്രസ്സിലൊക്കെ ആയി. ആളുകളെ കണ്ട എന്ത് കരുതും? മാറാ. ഞാൻ ഇവിടെ തന്നെ കാണും. എന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടുന്ന കരുതണ്ട കീർത്തി. ഏതായാലും നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്നെ അത്രയ്ക്ക് ഇഷ്ടായി മുത്തച്ഛന്. എനിക്കെന്റെ മുത്തശ്ശനെ. മുത്തച്ഛ, എന്താടാ? ഗുളിക കഴിക്കണ്ടേ? വേണല്ലോ. ആ, കഴിക്ക്. കഴുകി. ഇത് മുത്തച്ഛന്റെ ഗുളിക. ഇതിന്റെ മേലെ എന്റെ പേരുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ നിന്റെ പേരിലേക്ക് ആക്കും. കഴിക്കടാ. ഇത് ഞാൻ കഴിച്ചാല് 6 അടി മണ്ണും കൂടി എന്റെ പേരിൽ എഴുതി തരേണ്ടി വരും. അതിന്റെ ആവശ്യം വരില്ല. നിന്നെ ഞാനേ പൊതു ശ്മശാനത്തിന് സംസ്കരിക്കും. കഴിക്കടാ. കഴിക്കട ഗുളിക. എനിക്ക് അസുഖമില്ല. നിനക്ക് അസുഖമുണ്ട്. അതിന് ഞാൻ ഡോക്ടറെ കണ്ട് മെഡിസിൻ മേടിച്ച് കഴിച്ചോളാം. ഇത് കഴിച്ചാ മതി. ഇത് കഴിച്ചാലേ നിന്റെ എല്ലാ അസുഖവും മാറും. ഇത് കഴിച്ചാൽ ഞാൻ മരിക്കും. ഇത് കഴിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. എങ്ങനെയായാലും മരണം ഉറപ്പാ. കഴിക്കടാ. 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 കഴിക്ക. ഒരു ഗുളികയും കൂടിയുണ്ട്. അയ്യോ, അത് കഴിച്ചാൽ ഞാൻ മരിക്കും. എന്നെ കൊല്ലണേ. കീർത്തിയെ വിളിക്കൂ, എന്നെ രക്ഷിക്കൂ. കീർത്തിയെ വിളിക്കൂ, എന്നെ രക്ഷിക്കൂ. ഒന്ന് വിളിക്കേ. കീർത്തിയെ വിളിക്കൂ, എന്നെ രക്ഷിക്കൂ. അയ്യോ, എന്നെ കൊല്ലണേ. അയ്യോ, അയ്യോ. എന്താ ഇവിടെ? ശരി. കീർത്തി വിളിക്കൂ, എന്നെ രക്ഷിക്കൂ. ദേ വീണ്ടും ഇവർക്ക് ഭ്രാന്ത് തുടങ്ങി. ഇപ്പൊ എന്നെ കൊണ്ട് മുത്തച്ഛന്റെ ഗുളിക കഴിപ്പിച്ചിരിക്കുക. എന്താ ഇത്? നിങ്ങൾ ഇടപെട്ട നിങ്ങളെയും കഴിപ്പിക്കും ഗുളിക. ഇവിടെ എല്ലാവർക്കും ഒരു ഗുളികന്റെ കുറവുണ്ട്.
പഴം അങ്ങോട്ട് പോട്ടെ, പഴത്തൊലി ഇങ്ങോട്ട് പോട്ടെ. അനുപമേ, മോളെ അനുപമേ, മോളൂ, എന്താച്ചാ? മോളെ ഓടിവാ. അയ്യോ, മോളെ ഇതിൽ നിന്ന് എന്തു മനസ്സിലായി? അച്ഛൻ വിളിച്ച വരരുതെന്നു. അല്ല, പഴത്തൊലി ചവിട്ടിയ വീഴുന്ന്. പിടിക്കണോ മോളെ? അയ്യോ, വേണ്ടായേ. ചിലതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അയ്യോ, ഏത് നേരത്താണോ വരാൻ തോന്നിയത്? ഇതിവിടം കൊണ്ടൊന്നും തീരില്ല മക്കളെ. കീർത്തി വരുന്നത് വരെ ഞാൻ മഹാതരികടിയായിരിക്കും. പിടിച്ചു കെട്ടാൻ ഹോം നഴ്സായിട്ട് അവളെ കൊണ്ടുവരട്ടെ. അവള് വരുന്നത് വരെ ഈ പഴത്തൊലി പ്രയോഗം ഞാൻ നടത്തിക്കൊണ്ടേയിരിക്കും. ഞാൻ ഇറങ്ങട്ടെ. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇത്രയും വലിയ റിസ്ക് എടുത്തിട്ടില്ല. എന്നിട്ടൊരു പ്രയോജനം ഉണ്ടായില്ല. ഒക്കെ വെറുതെയായി. മുഖം കാണാൻ കഴിഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ. അഞ്ജലിയുടെ കൂടെ ഒരാളുണ്ടെന്ന് കണ്ടില്ലേ? പക്ഷെ തെളിവില്ല നമ്മുടെ കയ്യില്. അവർ രണ്ടുപേരും ഒന്നിച്ചുള്ള ഒരു വീഡിയോ പകർത്താൻ പോലും നമുക്കായില്ല. രണ്ടുപേരെയും കൈയോടെ പിടിക്കണം. അതിനൊരു തെളിവുണ്ടാക്കണം. പെട്ടെന്ന് തന്നെ അതിനായി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. ഇനി തെളിവ് വേണോ? അഞ്ജലിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലേ? അവരെ നല്ലതല്ലാത്ത സാഹചര്യത്തിൽ കണ്ടു. ഞാൻ ഇതൊന്നും പറഞ്ഞ ആരും വിശ്വസിക്കില്ല. രാഹുല് വീട്ടിൽ പറഞ്ഞ വിശ്വസിക്കില്ലേ? രാഹുല് റോഷൻ സാറിന്റെ അനിയനല്ലേ? കാരണങ്ങൾ നിരത്തി ഈ ബന്ധം വേണ്ടെന്ന് പറയാ. അവർക്ക് മനസ്സിലാവും. നല്ല പെരുമാറ്റമായിരുന്നില്ല അഞ്ജലിയുടെ. രാഹുലിന്റെ അച്ഛനും അമ്മയ്ക്കും ഇതിനോടകം എല്ലാം മനസ്സിലായി കാണും. രാഹുൽ ഇപ്പൊ കണ്ടതൊക്കെ പറഞ്ഞ അവര് വിശ്വസിക്കും. ഈ വിവാഹം വേണ്ടെന്ന് വെക്കും. ഇത് മാത്രമല്ല, ഭക്ഷണത്തിൽ വിഷം കലർത്തി ചടങ്ങ് നശിപ്പിച്ചത് അവളാണെന്ന് കൂടി പറയണം. എന്റെ അമ്മയുടെ നിരപരാധിത്വം അവരെ ബോധ്യപ്പെടുത്തണം. ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് അഞ്ജലിയാന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷെ ഇയാളുടെ എന്റെയോ കയ്യില് വ്യക്തമായൊരു തെളിവില്ല. കലവറയെന്ന് വിഷമടങ്ങിയ ഒരു പാക്കറ്റ് കിട്ടിയെന്നുള്ളത് ശരിയാ. പക്ഷെ അത് അഞ്ജലി കൊണ്ടിട്ടാണെന്ന് പറയാൻ തെളിവില്ല. നമ്മൾ പറഞ്ഞത് ആരും വിശ്വസിക്കാനും പോകുന്നില്ല. ഇയാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇയാൾ കെട്ടിച്ചമച്ചൊരു കഥയാന്ന് അനുപമ ഇളയമ്മ പറയൂ. അഞ്ജലിക്കൊപ്പം ഒരാൾ ഇയാള് അവളുടെ വീട്ടിൽ വെച്ച് കണ്ടു. ഇന്നിപ്പോ റിസോർട്ടിൽ വെച്ച് കണ്ടു. ഞാൻ ഇയാളും കണ്ടു. നല്ല സാഹചര്യത്തിലല്ല അവരെ കണ്ടത്. അവര് തമ്മിൽ ഒരു തെറ്റായ ബന്ധമുണ്ടെന്ന് ഉറപ്പാ. പക്ഷെ വീട്ടുകാരെ അത് ബോധ്യപ്പെടുത്താനുള്ള തെളിവില്ല. ഇപ്പോ ഞാനിതൊക്കെ വീട്ടിൽ പറഞ്ഞ എല്ലാവരും അഞ്ജലിയോട് ചോദിക്കും. അയാൾ അവളുടെ സുഹൃത്താണ് അല്ലെങ്കിൽ ബന്ധുവാണെന്നൊക്കെ പറഞ്ഞ വീട്ടുകാർ വിശ്വസിക്കും. രണ്ടുപേരും ഒന്നിച്ചു നടന്നു. അത് മറ്റൊരർത്ഥത്തിൽ കണ്ടു എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തും. അവര് തമ്മില് നല്ല ബന്ധമല്ല, അത് ഉറപ്പാ രാഹുൽ. അതൊക്കെ നമുക്ക് മനസ്സിലാവും.
പക്ഷെ വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ഒരു തെളിവില്ല കീർത്തി. ഇപ്പൊ ഞാനിത് വീട്ടിൽ പറഞ്ഞ ഞാൻ ഒറ്റപ്പെടും. ചതിക്കുക അവള്. റോഷൻ സാറും അവളും തമ്മിലുള്ള വിവാഹം നടക്കരുത്. ആ പാവത്തിന്റെ ജീവിതം നശിക്കും. അവരുടെ വിവാഹം നടക്കില്ല കീർത്തി. അതിനു മുമ്പ് നമ്മൾ തെളിവുകൾ കണ്ടെത്തും. അഞ്ജലി അയാളെ കൈയോടെ പിടികൂടും. തെളിവ് വീട്ടുകാർക്ക് കൊടുക്കും. അതിനുള്ള അവസരം നമുക്ക് കിട്ടും. താൻ ധൈര്യമായിട്ടിരിക്കെ. പെട്ടെന്ന് തന്നെ അത് വേണം. പെട്ടെന്ന് തന്നെ നമുക്കതിന് കഴിയും. താൻ ധൈര്യമായിട്ടിരിക്കെ. അതുവരെ ഒന്നും അറിഞ്ഞില്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കണം. ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്കറിയൂ. ഒക്കെ തെളിയിക്കണം. താൻ കൂടെയുള്ളതാ എന്റെ ധൈര്യം. കീർത്തി, താനെന്നാ വീട്ടിലേക്ക് വരുന്നത്? വ്യക്തമായ തെളിവ് കിട്ടട്ടെ. അഞ്ജലിയുടെ തനിനിറം എല്ലാവർക്കും മുന്നിൽ തുറന്നു കാട്ടാനുള്ള തെളിവ് കിട്ടട്ടെ. അന്നേ ഞാൻ രാഹുലിന്റെ വീട്ടിലേക്ക് വരൂ. അങ്ങനെ ഒരു ദിവസം അടുത്ത് തന്നെ ഉണ്ടാവും. അന്ന് ഞാൻ വരാം. അതുവരെ